ഭാരതീയ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്തൊരു പോരാട്ടത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പ്രതിപക്ഷം, മറുവശത്ത് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ. പക്ഷേ ബുധനാഴ്ച ലോക്സഭയിൽ കണ്ടത് വെറുമൊരു ചർച്ചയല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജാതകം തന്നെ പെച്ചിച്ചേന്തുന്ന കാഴ്ചയായിരുന്നു. എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന അമിത്ഷായുടെ ചോദ്യം സഭയിൽ പ്രകമ്പനം കൊള്ളിച്ചു. ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഇംഗ്ലണ്ടിലാണെന്ന വാർത്ത പുറത്തു വന്നതോടെ ഷാ തൊടുത്തുവിട്ട ഓരോ വാക്കും അഗ്നിപർവ്വതം കണക്കെ പ്രതിപക്ഷ നിരയെ ദഹിപ്പിച്ചു കളഞ്ഞു. ഹാജർ നിലയുടെ നാണം കെട്ട കണക്കുകൾ, വിദേശ യാത്രകളുടെ ദുരൂഹത, സ്പീക്കർ പദവിയോടുള്ള അവഹേളനം, അമിത്ഷാ തുറന്നുവിട്ട ഈ വേട്ടമൃഗം ആരെയും വെറുതെ വിട്ടില്ല. 40 വർഷത്തിനിടെ ആദ്യമായി ഒരു സ്പീക്കർക്കെതിരെ പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന് എവിടെയാണ് പിഴച്ചത്? അമിത്ഷാ നടത്തിയ ആ 360 ഡിഗ്രി അറ്റാക്ക് എങ്ങനെയുള്ളതായിരുന്നു? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നടന്ന ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഓരോ സെക്കൻഡും ഇഴകേറി പരിശോധിക്കുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കേവലം ഒരു വാർത്തയല്ല, രാഷ്ട്രീയ ചരിത്രമാണ്. ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് അത്യപൂർവമാണ്. 1954 GV മാവലങ്കാർക്കെതിരെയും പിന്നീട് 1987 ബൽറാം ജാഖറിനെതിരെയും മാത്രമാണ് ഇത്തരം നീക്കങ്ങൾ നടന്നത്. ഇപ്പോൾ ഓം ബിർളയെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള നീക്കം 40 വർഷത്തിന് ശേഷമുള്ളതാണ്. ഭരണകക്ഷിയെ സ്പീക്കർ അനാവശ്യമായി പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ സഭയിലെ നടപടികൾ നിയന്ത്രിക്കുക എന്നത് സ്പീക്കറുടെ ഭരണഘടനാപരമായ അവകാശമാണ്. ഈ സാഹചര്യത്തിലാണ് അമിത്ഷാ ചർച്ചയിൽ ഇടപെടുന്നത്. സഭയുടെ അന്തസ്സ് തകർക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഷായുടെ തുടക്കം. അമിത്ഷാ തന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ സഭയിൽ വല്ലാത്തൊരു പിരിമുറുക്കമാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹം നേരെ പ്രതിപക്ഷ നിരയിലേക്ക് നോക്കി ഒരു ചോദ്യം എറിയുന്നു: ഈ പ്രധാനപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചവർ എവിടെയാണ്? ഈ ചർച്ചയിൽ സംസാരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് എവിടെയാണ്? രാഹുൽ ഗാന്ധി സഭയിലില്ല എന്നതായിരുന്നു സത്യം. അദ്ദേഹം ലണ്ടനിലാണെന്ന വിവരം ഷാ സഭയെ ഒന്ന് ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കുറിച്ച് വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന രാഹുൽ ഗാന്ധി സഭയിൽ വന്നിരുന്ന് സംസാരിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് വിദേശ യാത്രകളാണ്, കറങ്ങി നടക്കലുകളാണ് പ്രധാനം. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സഭയിലില്ലാത്തത് ആ പദവിയോടുള്ള അനാദരവാണെന്ന് ഷാ അവിടെ സമർത്ഥിക്കുകയാണ്. അമിത്ഷാ വെറുതെ ആക്ഷേപിക്കുകയല്ല ചെയ്തത്, മറിച്ച് തന്റെ പക്കൽ കരുതിയ ഔദ്യോഗിക രേഖകൾ അദ്ദേഹം സഭയ്ക്ക് മുന്നിൽ വെച്ചു. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഹാജർ നിലയുടെ കണക്കുകൾ ഓരോന്നായി അദ്ദേഹം വായിച്ചു തുടങ്ങിയപ്പോ സഭ ആകെ സ്തംഭിച്ചു പോയി. 15ാം ലോക്സഭ ദേശീയ ശരാശരി 76% ഹാജരുള്ളപ്പോൾ രാഹുലിന്റേത് വെറും 43% മാത്രം, അതായത് പകുതിയിൽ താഴെ മാത്രം ഹാജർ. 16ാം ലോക്സഭ ദേശീയ ശരാശരി 80% ആയിരുന്നപ്പോൾ രാഹുൽ എത്തിയത് വെറും 52% ദിവസങ്ങളിൽ മാത്രം. 17ാം ലോക്സഭ ദേശീയ ശരാശരി 66%, രാഹുലിന്റെ ഹാജർ വെറും 51%. ഇതാണ് നിങ്ങളുടെ നേതാവിന്റെ അവസ്ഥ. സഭയിൽ വരാത്തൊരാൾ സഭയിലെ അംഗങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് വിരോധാഭാസമാണ്. അമിത്ഷാ ആഞ്ഞടിച്ചു. ഒരു പാർലമെന്റ് അംഗത്തിന് നൽകുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ പറ്റിയിട്ട് സഭയിൽ വരാതിരിക്കുന്നത് ജനങ്ങളോടുള്ള ചതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പീക്കർ ഓം ബിർളയെ വ്യക്തിപരമായിട്ടല്ല, മറിച്ച് ആ പദവിയുടെ ആ ഒരു ബഹുമാന്യതയാണ് താൻ പ്രതിരോധിക്കുന്നതെന്ന് ഷാ വ്യക്തമാക്കി. സ്പീക്കർ എന്നത് വെറും ഒരു വ്യക്തിയല്ല, അത് സഭയുടെ ആത്മാവാണ്. ഓം ബിർള ജി സഭയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് മുഴുവൻ സഭയെയും പ്രതിനിധീകരിക്കുന്നു. പക്ഷപാതപരമായ കാഴ്ചപ്പാടുകളിലൂടെ സ്പീക്കറെ കാണുന്നത് വഴി നിങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ആഗോള പ്രശസ്തിയെ തന്നെ നശിപ്പിക്കുകയാണ്. ഭാരതത്തിന്റെ പാർലമെന്ററി സംവിധാനത്തെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്നുണ്ട്. അനാവശ്യമായി ഇത്തരം കാമ്പില്ലാത്ത വിവാദങ്ങൾ ആ പ്രശസ്തിയിൽ അനാവശ്യമായി നിഴൽ വീഴ്ത്തും. പ്രതിപക്ഷത്തിന്റെ പ്രമേയത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അമിത്ഷാ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി, തന്റെ പത്രസമ്മേളനത്തെ കുറിച്ച് പാർലമെന്റിൽ ഒന്ന് ചർച്ച നടത്തണം. സഭയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ രാജ്യത്തെ ബാധിക്കുന്ന ഗൗരവകരമായ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ, അല്ലാതെ ആരെങ്കിലും പുറത്ത് നടത്തിയ പത്രസമ്മേളനമല്ല. അതും ഒരു വിലയുമില്ലാത്ത പത്രസമ്മേളനത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു മുതൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധി വരെ, നിങ്ങളുടെ അച്ഛൻ രാജീവ് ഗാന്ധി വരെ ഇന്ത്യ ഭരിച്ച ഉന്നത നേതാക്കളാണ്. അവരാരും ഇത്തരം ബാലിശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ലോക്സഭ ഒരു ചന്തയല്ലെന്ന് ഓർക്കണം. നുണകളെ അടിസ്ഥാനമാക്കിയുള്ള സ്വന്തം പ്രസംഗങ്ങൾ ചർച്ച ചെയ്യണമെന്ന് രാഹുൽ വാശി പിടിക്കുമ്പോൾ സഭയുടെ നിലവാരം തകരാൻ അനുവദിക്കാതെ സ്പീക്കർ അത് നിരസിച്ചത് വഴി സഭയ്ക്ക് വലിയൊരു ഉപകാരം ചെയ്തുവെന്നും ഷാ പറഞ്ഞു. അമിത്ഷാ സഭയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ശ്രദ്ധേയമായിരുന്നു.
സ്പീക്കറുടെ പെരുമാറ്റം ചർച്ച ചെയ്യാനാണ് പ്രമേയം. എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ആരുടെ പെരുമാറ്റമാണ്. സഭയിൽ വന്ന് കണ്ണിറുക്കുന്നതും ഫ്ലൈയിങ് കിസ് നൽകുന്നതും ഒക്കെയാണ് നിങ്ങളുടെ നേതാവിന്റെ ശൈലി. ഓർക്കണം, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കെങ്കിലും നേരമുണ്ടോ? പ്രതിപക്ഷ നേതാവിന്റെ പക്വതയില്ലായ്മയെ ഇതിലും വ്യക്തമായി ആർക്കും വിശകലനം ചെയ്യാൻ കഴിയില്ലെന്ന് അമിത്ഷാ തെളിയിക്കുകയാണ്. രാഷ്ട്രീയത്തിലെ വിഡ്ഢിത്തങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നത് വഴി പാർലമെന്ററി പാരമ്പര്യങ്ങളെ അപമാനിക്കുകയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു പ്രമേയം കൊണ്ടുവന്നത് തന്നെ ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന നിമിഷം ആണെന്ന് ഷാ വിശേഷിപ്പിക്കുകയാണ്. പതിവ് രാഷ്ട്രീയ വിയോജിപ്പായി ഇതിനെ കാണാൻ കഴിയില്ല. സ്പീക്കർ പദവി ഏറ്റെടുത്തപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ പെട്ടെന്ന് എപ്പോഴാണ് സ്പീക്കർ മോശക്കാരനായത്? പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം ലഭിക്കാത്തതല്ല പ്രശ്നം, മറിച്ച് അവർക്ക് പറയാൻ കൃത്യമായ ഒന്നുമില്ലാത്തതാണ് പ്രശ്നമെന്ന് ഷാ സമർത്ഥിക്കുകയാണ്. ഈ പ്രസംഗത്തിലൂടെ അമിത്ഷാ 3 പ്രധാന സന്ദേശങ്ങളാണ് നൽകിയത്. ഒന്നാമത്, അച്ചടക്കം. പാർലമെന്റിൽ ഹാജരാകാത്തവർക്ക് ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു അവകാശവുമില്ല. അടുത്തത്, അധികാരപരിധി. സ്പീക്കറുടെ അധികാരം സഭയുടെ സുഗമമായ നടത്തിപ്പിനാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല. ദേശീയ താല്പര്യമാണ് മൂന്നാമത്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം. ബുധനാഴ്ചത്തെ ലോക്സഭ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. അമിത്ഷായുടെ വാക്കുകൾ ഓരോന്നും വെടിയുണ്ടകൾ പോലെയായിരുന്നു. രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാത്ത സമയം നോക്കിയല്ല അദ്ദേഹം സംസാരിച്ചത്, മറിച്ച് രാഹുൽ എപ്പോഴും സഭയിൽ ഇല്ലാത്തത് ഒരു ശീലമാക്കിയതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. സ്പീക്കറെ മാറ്റാൻ നോക്കിയ പ്രതിപക്ഷം ഒടുവിൽ സ്വന്തം നേതാവിന്റെ ഹാജർ പട്ടിക കണ്ട് തലതാഴ്ത്തി നാണം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പോരാട്ടം ഇവിടെ തീരുന്നില്ല. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്ന ചോദ്യം ഷാ രാജ്യത്തിന് മുന്നിൽ എറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ചർച്ച അവസാനിക്കുമ്പോൾ രാജ്യം തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഭാരതത്തിന്റെ പാർലമെന്ററി മൂല്യങ്ങൾ അചഞ്ചലമായി കാത്തു സൂക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാരിനും അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കുമുള്ള കരുത്ത് മറ്റാർക്കുമില്ല. അത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ബോധ്യമായതാണ്. ഒരു വശത്ത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന വിദേശ യാത്രകളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, മറുവശത്ത് രാജ്യത്തിന്റെ ഓരോ ഇഞ്ചിലും ജനാധിപത്യത്തിന്റെ അന്തസ് ഉറപ്പുവരുത്താൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു ഭരണകൂടം. അമിത്ഷാ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ അത് കേവലം ഒരു പ്രസംഗമായിരുന്നില്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ വികാരമായിരുന്നു. ഭാരതത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതായിരുന്നു അത്. സ്പീക്കർ പദവിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കരുവാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ മോദി സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. സ്പീക്കർ ഓം ബിർളയെ പോലെയുള്ള നിഷ്പക്ഷരായ ഭരണാധികാരികളെ സംരക്ഷിക്കുന്നതിലൂടെ മോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് ഭാരതത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ പാരമ്പര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും അമിത്ഷായുടെ കൃത്യതയാർന്ന നീക്കങ്ങളും ചേരുമ്പോൾ വിദേശ ശക്തികൾക്ക് മുന്നിൽ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഏത് നീക്കവും പരാജയപ്പെടുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം പത്രസമ്മേളനങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിനെ ചന്തയാക്കാൻ ശ്രമിക്കുന്നവർക്ക് രാജ്യ താല്പര്യമാണ് വലുതെന്ന് ഈ സർക്കാർ പഠിപ്പിച്ചു കൊടുത്തു. അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും വികസനത്തിന്റെയും അച്ചടക്കത്തിന്റെയും പുതിയൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. അമിത്ഷായുടെ ഈ പ്രഹരം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ളത് മാത്രമല്ല, മറിച്ച് ജനാധിപത്യത്തെ തമാശയാക്കി കാണുന്ന എല്ലാ ശക്തികൾക്കുമുള്ള അന്ത്യശാസനമാണ്. ഭാരതത്തിന്റെ മുന്നേറ്റം ആർക്കും തടയാനായി കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഈ സർക്കാരിന്റെ കരുത്ത് വരും നാളുകളിലും സഭയിൽ അലയടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് മോദി ഷാ കൂട്ടുകെട്ട് കാണിച്ചു തരുന്നത് പോലെയുള്ള ശക്തമായ പ്രവൃത്തികളിലൂടെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് യാതൊരു മടിയും കൂടാതെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.